2025 ഇതാ തുടങ്ങിക്കഴിഞ്ഞതേ ഉള്ളൂ. 2024 കേരള സർക്കാർ എന്ത് ചെയ്തു എന്നത് ഒരു ചോദ്യം തന്നെയാണ്. 2024 കേന്ദ്രം വേണ്ടത്ര ഫണ്ട് നമുക്ക് തന്നില്ല എങ്കിലും കേരളം വികസന വഴിയിൽ ഒരുപാട് മുന്നേറിയ വർഷമാണ്. എണ്ണി പറയാനുള്ള വികസന നേട്ടങ്ങൾ ഏറെയുണ്ട്. പ്രധാനപ്പെട്ട ചിലത് ഞാനിവിടെ പറയാം. കേരളത്തിന്റെയും ഇന്ത്യയുടെയും വാണിജ്യ ഭൂപടം മാറ്റി നിർമ്മിക്കാൻ ശേഷിയുള്ള വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി. സംസ്ഥാന സർക്കാർ 70% നിർമ്മാണ ചെലവ് വഹിച്ചു. വഴിയിലുണ്ടായ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് പദ്ധതി സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കി. പ്രതീക്ഷിച്ചതിനേക്കാൾ ആവേശത്തോടെയാണ് വിഴിഞ്ഞം തുറമുഖം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിന്റെ 8 ഇരട്ടി കണ്ടെയ്നർ നീക്കമാണ് വിഴിഞ്ഞം തുറമുഖം വഴി ട്രയൽ റൺ സമയത്ത് മാത്രം നടക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ സംസ്ഥാന സർക്കാർ തുറമുഖ വികസനത്തിന്റെ 2ഉം 3ഉം ഘട്ടങ്ങൾ 2028 തന്നെ പൂർത്തിയാക്കാൻ നിർമ്മാതാക്കളുമായി പുതിയ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാന തുറമുഖമായി വിഴിഞ്ഞം മാറുന്നത് ഒരു ദൂരക്കാഴ്ചയാകില്ല, അത് തീർച്ചയാണ്. രണ്ടാമത്തത്, ഏറെക്കാലം വ്യവസായ സൗഹൃദമല്ല എന്ന ആരോപണം നേരിട്ട കേരളം ഇന്ത്യയിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനായാസമായ ഇടമായി മാറിയ വർഷം തന്നെയാണ് 2024. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം 1ാമതെത്തിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയൊരു വിപ്ലവം തന്നെ നടന്നു. തുടർച്ചയായി 2ാം വർഷവും ലക്ഷത്തിലധികം സംരംഭങ്ങൾ തുടങ്ങി. സംരംഭങ്ങൾ തുടങ്ങുന്നത് എളുപ്പമാക്കാൻ സർക്കാർ സഹായങ്ങളും മാർഗനിർദ്ദേശവും നൽകി. വായ്പകൾ ലഭ്യമാക്കാനും അനുമതികൾ നേടിയെടുക്കാനും സൗകര്യവും ഒരുക്കി. ഇന്ന് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഏറ്റവും ആകർഷകമായ ഇടമാക്കി കേരളത്തെ മാറ്റിയത് ഒരു ചെറിയ മുന്നേറ്റമായി കാണാൻ സാധിക്കുകയില്ല. പിണറായി സർക്കാരിന്റെ ഒരു നേട്ടം തന്നെയാണത്. മൂന്നാമത്തേത്, സംരംഭക സൗഹാർദ്ദം നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ മാത്രമല്ല പുതു ആശയങ്ങളും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നതിലും ഉണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇന്ന് കേരളത്തിലാണുള്ളത്. 2024 തുടർച്ചയായ 3ാം വർഷവും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം 1ാമതെത്തി. ഫാബ് ലാബുകളും കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഒക്കെയായി സംസ്ഥാന സർക്കാർ സാധിച്ചെടുത്തത് തന്നെയാണ് ഈ നേട്ടം. നാലാമത്തേത്, കെ ഫോൺ ആണ്. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കെ ഫോൺ വഴി ഇന്റർനെറ്റ് ലഭ്യമാകുന്നവരുടെ എണ്ണം 1 ലക്ഷത്തോളമായി. ഇന്ത്യയിൽ ഇന്ന് പല ഗ്രാമങ്ങളിലും വൈദ്യുതിയും കുടിവെള്ളവും ഇല്ലാത്തപ്പോൾ തന്നെ ഒറ്റപ്പെട്ട ആദിവാസി ഊരുകളിൽ വരെ കേരളം ഇന്റർനെറ്റ് സേവനം നൽകിയിരിക്കുകയാണ്. നിലവിൽ ആദിവാസി മേഖലയിലെ 100-ലധികം വീടുകളിൽ കെ ഫോൺ കണക്ഷൻ എത്തിയിട്ടുണ്ട്. അഞ്ചാമത്തേത്, പാലക്കാട് തന്നെയാണ്. പാലക്കാട് വ്യവസായ നഗരത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നേടിയെടുത്തിട്ടുണ്ട്. 3800 കോടി രൂപയുടെ നിക്ഷേപമാണ് പാലക്കാടേക്ക് എത്തുന്നത് വ്യവസായ നഗരം നിർമ്മിക്കാൻ വേണ്ടി. വെറും 10 മാസം കൊണ്ട് 1900 കോടി രൂപ മുടക്കി പദ്ധതിക്ക് വേണ്ട സ്ഥലം ഏറ്റെടുത്ത സംസ്ഥാന സർക്കാർ തന്നെയാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന 10 വ്യവസായ നഗരങ്ങളിൽ ഒന്നിനെ കേരളത്തിലേക്ക് എത്തിച്ചത്. ആറാമത്തേത്, കൊച്ചി മെട്രോ തന്നെയാണ്. കൊച്ചി മെട്രോ 2ാം ഘട്ടം 2024 ജൂലൈ നിർമ്മാണം ആരംഭിച്ചു. ഏറെ നാൾ കേന്ദ്ര സർക്കാർ അനുമതിക്ക് കാത്തുകിടന്ന കൊച്ചി മെട്രോ വികസനവും അങ്ങനെ 2024 തുടക്കമായി. ഏഴാമത്തേത്, തിരുവനന്തപുരം ടെക്നോ പാർക്ക് തന്നെയാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്ക് വികസനം 4ാം ഘട്ടത്തിലേക്ക് കടന്നു. സ്പേസ് പാർക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സ്റ്റാർട്ടപ്പ് ഹബും ടെക്നോ പാർക്ക് വികസനത്തിന്റെ 4ാം ഘട്ടമായി ടെക്നോ സിറ്റി തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം ഇന്ത്യയുടെ പ്രധാന IT ഹബ്ബുകളിൽ ഒന്നാകുകയാണ്. 500 ഏക്കറിൽ 20 മില്യൺ സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് സ്പേസ് ആണ് ടെക്നോ സിറ്റി പദ്ധതി ആകെ ലക്ഷ്യമിട്ടിട്ടുള്ളത്. കേരളത്തിൽ ആകെ മുഖം മാറുന്ന ബീച്ചുകളും 384 കോടി മുതൽ മുടക്കിൽ പൂർത്തിയാകുന്ന കൊച്ചിയിലെ ക്യാൻസർ സെന്ററും ദേശീയപാത വികസനവും നിത്യേന ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്ന പുതിയ റോഡുകളും പാലങ്ങളും മേൽപ്പാലങ്ങളും സ്കൂൾ ആശുപത്രി കെട്ടിടങ്ങളും ഒക്കെയായി ചെറുതും വലുതുമായി വികസന നേട്ടങ്ങൾ വേറെയും ഏറെയുണ്ട്. സംരംഭങ്ങൾ തുടങ്ങാനും നിക്ഷേപം നടത്താനും തൊഴിലുകൾ കണ്ടെത്താനും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇടമായി കേരളം മാറിയിരിക്കുകയാണ്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുങ്ങുക തന്നെയാണ്. ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും ജനങ്ങളോട് പ്രതിബദ്ധതയും ഉള്ള ഒരു സർക്കാരിന് എന്തെല്ലാം സാധിക്കും എന്നതിന് ഇന്ത്യക്ക് മാതൃക തന്നെയാണ് ഇന്ന് കേരളം. 2024 മാത്രമല്ല, തുടർന്നുള്ള വർഷങ്ങൾ കേരളത്തിന് ഇതുപോലെ മുന്നേറ്റത്തിന്റെ വർഷങ്ങൾ തന്നെയായിരിക്കും.